എത്ര കാലത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഈ ഇത്രയും ദിവസം ശിക്ഷിച്ചത്? ജില്ലാ കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം റിജക്ട് ചെയ്തു. അപ്പൊ ഈ റിമാൻഡിലായി ജയിലിൽ പോയി അല്ലേ? ആ റിമാൻഡിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ഈ കോടതിയിൽ എങ്ങനെ താങ്കൾക്ക് അത് തെളിയിക്കാൻ പറ്റിയത്? തെളിയിക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ സത്യാവസ്ഥ ഞാൻ എൻ്റെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ സിസ്റ്റം ഉണ്ടെന്നു എൻ്റെ വക്കീൽ വാദിച്ചു. എന്ന് വെച്ചാൽ ഇത്ര ദിവസം ഒരു എന്ന് വെച്ചാൽ തൊണ്ടി മുതൽ കിട്ടിയില്ല, ഞാൻ ഉപയോഗിച്ച വാഹനങ്ങൾ കിട്ടിയില്ല, 7 ദിവസം ഇവർ എൻ്റെ കസ്റ്റഡിയിലെടുത്തു. ഇതൊന്നും ചെയ്തിട്ട് ഒന്നും ചെയ്യാത്ത ഒരു നിരപരാധി എത്ര ദിവസം റിമാൻഡ് പ്രതിയാക്കും എന്നുള്ള രീതിയിൽ അവർ എൻ്റെ വക്കീൽ വാദിച്ചതിന് ശേഷമാണ് എനിക്ക് ജാമ്യം തന്നത്. അപ്പോഴത്തേക്ക് എത്ര ദിവസം കടന്നു പോയി? 54 ദിവസം. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്തുവായിരുന്നു അവസ്ഥ? വീട്ടിൽ വന്നേരം ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാൽ 70 കിലോ ഉള്ള ഞാൻ 35 കിലോ ആയി മാറിയിട്ട് അത്രയും പാതിയായി പോയി ഞാൻ. എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കലില്ല, ഷുഗർ പേഷ്യൻ്റ്. അവിടുത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ ജയിൽ ഭക്ഷണം എനിക്ക് പിടിക്കുന്നില്ല. രാവിലെ ചപ്പാത്തി, ഉച്ചക്ക് ചോറ്, ആ ചോറിനെ അവിടെ വെച്ചിട്ട് വേണം രാത്രി കറിയിട്ട് കഴിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കളെ പിടിച്ച ആ ചക്കരകളിലെ സബ് ഇൻസ്പെക്ടറും പാർട്ടികളും ഉണ്ടല്ലോ, ആ സബ് ഇൻസ്പെക്ടർ സ്വമേധയാ നിഷ്കളങ്കമായി വിശ്വസിച്ചാണോ താങ്കൾ തന്നെയാണ് പ്രതി, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി അയാൾ വിടുപണി ചെയ്യായിരുന്നു? അയാള് 100% അയാൾ പറഞ്ഞു ഇവൻ തന്നെയാണ്. അയാൾ അന്വേഷണം ഭയങ്കര CID പോലെയുള്ള ഒരു അന്വേഷണമായി. അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റിയോ? തീർച്ചയായും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അയാൾക്ക് ബോധ്യപ്പെട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്തും അയാളടുത്ത് ഞാൻ ഒരു ദിവസം ഞാൻ ജാമ്യം കിട്ടുമല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ വീക്കിലി പോയി ഒപ്പിടണം സ്റ്റേഷനിൽ. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു, താനും പോലെ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല, ഞാനൊരു നിയമത്തിൻ്റെ വഴിക്കാണ് പോയത്. ഞാൻ പറഞ്ഞു സാറേ നിയമത്തിൻ്റെ വഴിക്കും എനിക്കും പോകാനറിയാം, ഞങ്ങൾക്ക് ബാക്കി കോടതിയിൽ വെച്ച് കാണാം. ഞാൻ വേറൊന്നും സംസാരിച്ചിട്ടില്ല, അത്ര മാത്രം. അയാള് അതേപോലെ ഇരുന്നിട്ട് നോക്കി ധാരണയായി. പിന്നെ നിങ്ങൾ കോടതി പോയോ ഇയാൾക്കെതിരായിട്ട്? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഹൈക്കോടതിയിലേക്ക് ഇത് ഫയൽ ചെയ്തിരുന്നു, എന്ത് എൻ്റെ മാനനഷ്ട കേസ്. അതിപ്പോ ഈ ജനുവരിയിൽ 7-ാം തീയതി അതിന്റെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. താജിനെ കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയല്ലേ? ആ പുസ്തകം എഴുതിയ ആളെ ഞാൻ കണ്ടു. അപ്പോൾ താങ്കൾ നല്ല കാര്യമാണ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ആ പുസ്തകം ഇങ്ങോട്ട് വന്നേ. അപ്പോൾ എന്താണിത്? സ്റ്റോളൻ നെക്ലസ് അല്ലേ? ഓക്കെ, ഇംഗ്ലീഷ് പുസ്തകമാണ്. അപ്പോൾ ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഞാനിത് ചെയ്തത് ബിക്കോസ് ഇത് വലിയ ന്യൂസ് ആയിരുന്നു. എനിക്കൊരു ഏജന്റ് ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇത് ഭയങ്കര ഒരു കഥയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ താജുദ്ദീനെ മീറ്റ് ചെയ്തത്. എനിക്കൊരു ലക്കുണ്ടായി. ഞാൻ എറണാകുളത്താണ് ബേസ്ഡ്. താജുദ്ദീൻ കോവിഡിൻ്റെ സമയത്ത് എറണാകുളത്ത് വന്ന് സമയം കിട്ടി. നമ്മൾ ഒരു 5-6 മണിക്കൂർ എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ബുക്ക് നമ്മൾ എഴുതി. ഞാൻ താങ്കളെ എന്തായാലും ഷെൽവിൻ ചെയ്തത് നല്ല കാര്യമാണ്. കാരണം ഈ ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാകരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.